നമസ്കാരം. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്ന വിമർശനങ്ങളുടെ പേരിൽ CPM-ൽ ഭിന്നത വളരെയധികം ഉരുണ്ടുകൂടിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ പുറത്തു വരുന്നതും സംസ്ഥാന നേതൃത്വത്തെ പ്രതിനിധീകരിച്ച് കമ്മിറ്റികൾ പങ്കെടുക്കുന്ന നേതാക്കളിൽ ചിലർ വിമർശനങ്ങളെ വേണ്ടവിധം എതിർക്കാത്തതും യാദൃശ്ചികമല്ലെന്ന അഭിപ്രായമാണ് ഒരു വിഭാഗം നേതാക്കൾക്കൊക്കെ ഉള്ളത്. പിണറായി വിജയനെതിരെ ബോധപൂർവമായ നീക്കം പാർട്ടിയിൽ നടക്കുന്നുണ്ടെന്ന സംശയം ഈ വിഭാഗം നേതാക്കൾക്കുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നും സംസ്ഥാന കമ്മിറ്റി ഞായർ തിങ്കൾ ദിവസങ്ങളിലുമായി ചേരുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ്. സർക്കാരിനുള്ള പാർട്ടി മാർഗരേഖയാണ് പ്രധാന അജണ്ട എന്നാണ് അറിയുന്നത്. മന്ത്രിസഭ പുനഃസംഘടനാ സാധ്യത അഭ്യൂഹങ്ങളിൽ ഉണ്ടെങ്കിലും നേതാക്കൾ നിഷേധിക്കുകയൊക്കെ ചെയ്യുന്നുമുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഒറ്റ സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നതിന്റെ കാരണങ്ങളിൽ പ്രധാനം ഭരണവിരുദ്ധ വികാരമാണെന്ന് കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികൾ വിലയിരുത്തിയതിന്റെ പിന്നാലെ സംസ്ഥാന കമ്മിറ്റിയിലുമൊക്കെ ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായിരുന്നത്. നടന്നു വരുന്ന ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും കടുത്ത ആക്ഷേപങ്ങളൊക്കെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഉയരുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. ഈ വിമർശനങ്ങളൊന്നും ആസൂത്രിതമാണെന്നുള്ള വിശ്വാസമൊന്നും മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നവർക്കുമില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. എന്നാൽ പാർട്ടി ഭരണ നേതൃത്വങ്ങൾക്കെതിരെ കൂട്ടായ വിമർശനം ഉയർന്ന യോഗങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളുണ്ടല്ലോ, പിണറായിക്കെതിരെ മാത്രം ഉള്ളതാണെന്നത് അവരെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്നത് മറ്റൊരു സത്യമാണ്. ആക്ഷേപങ്ങൾ നിയന്ത്രിക്കുന്നതിനൊക്കെ പകരം പ്രോത്സാഹിപ്പിക്കുന്ന മനോഭാവം ചില നേതാക്കൾക്കെങ്കിലും ഉണ്ട് എന്നുള്ള വിലയിരുത്തലുമൊക്കെ പുറത്തു വരികയാണ്. ഒന്ന് രണ്ട് പിണറായി സർക്കാരുകൾക്കായി സംസ്ഥാന കമ്മിറ്റി മാർഗരേഖയൊക്കെ തയ്യാറാക്കിയിരുന്നതാണ്. പക്ഷെ അതിലെ നിർദ്ദേശങ്ങളൊന്നും നടപ്പിലാക്കില്ലെന്ന് കൂടി വിലയിരുത്തിയാണ് പുതിയ മാർഗരേഖ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഭരണ മുൻഗണനകൾ ഇതിൽ പ്രതിപാദിക്കുകയൊക്കെ ചെയ്യും. CPM വകുപ്പുകളുടെ പ്രവർത്തനം സംബന്ധിച്ച അടിക്കടിയുള്ള വിലയിരുത്തലുകളിലേക്കുമൊക്കെ പാർട്ടി കടക്കുകയും ചെയ്യും. PSCയുമായി ബന്ധപ്പെട്ട് കോഴിക്കോടുണ്ടായ വിവാദം പാർട്ടിയിലെ ജീർണതകളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതാണെന്നുള്ള വിശ്വാസവും സമീപനവും ഒക്കെയാണ്, അങ്ങനെയുള്ള വിലയിരുത്തലും ഒക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് സംഘടനാ തലത്തിൽ കൃത്യമായ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വേണമെന്നുള്ള ചിന്തയും സംസാരവും ഒക്കെ നേതൃത്വത്തിലുമുണ്ട്. PSC അംഗത്വം ലഭിക്കാൻ കോഴ എന്ന പ്രചാരണമാണ് പുറത്ത് നടന്നതെങ്കിലും PSC റാങ്ക് പട്ടികയിൽ കയറിപ്പറ്റാനായിട്ട് പണം വാങ്ങിയെന്ന പരാതിയാണ് പാർട്ടിക്ക് മുന്നിലെത്തിയത് എന്നാണ് അറിയുന്നത്. രണ്ടായാലും ഗുരുതര വീഴ്ചയും നാണക്കേടുമായതിനാലാണ് പരാതി എന്താണെന്ന് വ്യക്തമാക്കാൻ സത്യത്തിൽ CPM മടിച്ചു നിന്നിട്ടുള്ളത്. മാത്രമല്ല PSC ആരോപണങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി ഇന്നലെ സംഭവിച്ചിട്ടുണ്ട്. അത് കണ്ണൂരിലെ തളിപ്പറമ്പ് നോർത്ത് ലോക്കൽ ജനറൽ ബോഡി, അത് അക്കിപ്പറമ്പ് സ്കൂളിലാണ് നടന്നത്. ആ ജനറൽ ബോഡിയിൽ കരിമ്പത്ത് നിന്നെത്തിയ ഒരു അംഗം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വളരെയധികം രൂക്ഷമായ രീതിയിലാണ്, ഒരുപക്ഷെ ഇത്ര നാൾ ഉണ്ടായിരുന്ന കമ്മിറ്റികളിലൊക്കെ ഉണ്ടായ വിമർശനങ്ങളിലേക്കാളൊക്കെ കൂടുതൽ അതിലേറെ ശക്തമായിട്ടാണ് ആ അംഗം, ആ സഖാവ്, അങ്ങനെ തന്നെ വിളിക്കണം അല്ലെ, ആ സഖാവ് എന്ന് വിളിക്കണം. കാരണം ഉച്ചാരണം തെറ്റാതെ അദ്ദേഹത്തെ വിളിക്കാം. കാരണം മുഖത്ത് നോക്കി കാര്യം പറയാനുള്ള ആർജവമുള്ളവരൊക്കെയാണ് സത്യത്തിൽ സഖാവ് എന്ന് വിളിക്കേണ്ടത്. ഇതിപ്പോൾ പിണറായിയെ ആസനം താങ്ങുന്നവരെയാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സഖാക്കൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് മാറി വിരുദ്ധമായിട്ട് അയാളുടെ അഹന്തയാണ് ഈ പാർട്ടിയെ നശിപ്പിച്ചത് എന്നാണ് ആ സഖാവ് അവിടെ പറഞ്ഞത്. അതായത് മേൽ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ അവതരിപ്പിക്കുമ്പോൾ പിണറായിയെയും മന്ത്രിമാരെയും ഒന്ന് തൊട്ട് തലോടി പോലും പോകാതെയാണ് തീർത്തും കേന്ദ്രത്തിനെതിരെയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് പതപ്പിച്ചു വെച്ചിട്ടാണ് ആ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. രണ്ടാം പിണറായി സർക്കാരിന്റെ വിരുദ്ധത, അത് ഭരണപരാജയം ഒന്നും ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ സമയത്താണ് ഇദ്ദേഹം പറയുന്നത്, ചിലർ പറയുന്നുണ്ട് 125 പേരോളമാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. അപ്പോൾ ഇവര് ഇതിൽ കുറെ പേർ പറയുന്നുണ്ട്
ഞങ്ങൾക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പൊ പറഞ്ഞു അത് പറ്റില്ല, അത് പറ്റില്ല, അത് ഈ യോഗത്തിലൊന്നും വേണ്ട, ഈ യോഗത്തിൽ അതൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് റിപ്പോർട്ട് മാത്രം വായിക്കാനുള്ള സമയമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിനെ മറികടന്നിട്ടാണ് ഈ പിണറായിക്ക് നേരെ ഈ കരിമ്പത്ത് നിന്നെത്തിയ സഖാവ് രൂക്ഷമായ ആരോപണം ഉയർത്തുന്നത്. മാത്രമല്ല അയാളുടെ മോശം പെരുമാറ്റം പാർട്ടിയെ ഇത്തരത്തിലെത്തിച്ചു. ഇത്രയും പരാജയം സംഭവിച്ചിട്ടും അയാളുടെ അഹന്തയ്ക്ക് കുറവില്ല എന്നുള്ളതാണ്. നോക്കൂ, ഈ രണ്ട് സെന്റൻസും തന്നെ നോക്കിയാൽ അറിയാം അവിടെയുള്ള സാധാരണക്കാരായ സഖാക്കളുടെയൊക്കെ ഉള്ളിലുള്ള ഒരു എന്താ പറയാ വിരുദ്ധ വികാരം എത്രത്തോളം ആഴത്തിലേക്ക് ഊർന്നിറങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഒരു സഖാവ് എണീറ്റ് നിന്നിട്ട് ആ കമ്മിറ്റിയിൽ പറയുമോ അയാളുടെ അഹന്ത, വേറെ ഒരു വാക്കുമല്ല ഉപയോഗിച്ചത്, അഹന്ത, മോശമായ പെരുമാറ്റം, ഇതൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ നമ്മൾ സ്ഥിരമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു പോകുന്ന വാക്കുകളാണ്. പക്ഷെ അതൊക്കെ തമസ്കരിക്കുകയാണ് സത്യത്തിൽ ഈ സഖാക്കളൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ അവർക്കും ഇതൊന്നും മൂടി വെക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പിണറായി അത്രയും മോശമായ രീതിയിലേക്ക് മാറിപ്പോയി. അതിനെ അദ്ദേഹത്തിന്റെ ശൈലി എന്നൊക്കെ പ്രകീർത്തിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തെ പ്രൈസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും ഉണ്ട്. അത് മനസ്സിലാക്കി തന്നെയാണ് പറയുന്നത്. പക്ഷേ നോക്കുക, ഇത്രയും ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി ഒക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം യോഗങ്ങളൊക്കെ ചേർന്നിരുന്നു. അവിടെ എല്ലായിടത്തും ഉണ്ടായത് ഈ പിണറായി വിരുദ്ധ വികാരം മാത്രമാണ്. മറ്റൊരു കാര്യങ്ങളും ഈ സഖാക്കൾക്കൊന്നും പറയാനില്ല തന്നെ. എന്നിട്ട് പോലും അവർ ഗോവിന്ദൻ അടക്കമുള്ളവരൊക്കെ അതിനെ എന്താ പറയാ വളരെ വിദഗ്ധമായി മൂടി വെക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഈ രണ്ട് വാക്കുകൾ കൂടി കൃത്യമായി അദ്ദേഹം ഉപയോഗിച്ചതിലൂടെ ഈ സംസ്ഥാനമൊട്ടാകെയുള്ള ജനങ്ങളുടെ, സഖാക്കളുടെ, അതായത് ആ ചെങ്കൊടിയെ മനസ്സിലേറ്റുന്ന, കൃത്യമായി യാതൊരു തട്ടിപ്പുമില്ലാതെ ആ ചെങ്കൊടിയെ, ആ പ്രസ്ഥാനത്തെയും ഒക്കെ മനസ്സിലേറ്റുന്ന, നെഞ്ചേറ്റുന്ന സഖാക്കളുടെയും ജനങ്ങളുടെയും ഒരു ഈർഷ്യയും വിരോധവും എല്ലാം ഉണ്ട്. അവർക്ക് എന്തൊക്കെയാണോ ഈ പാർട്ടി ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞതിലുള്ള ഒരു വിരോധമുണ്ടല്ലോ, അത് മുഴുവൻ ആ വാക്കുകളിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയെങ്കിലും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഒരു കൊഴിഞ്ഞു പോക്ക് ഉണ്ടാകും. കൊഴിഞ്ഞു പോകുന്നവരെല്ലാവരും തന്നെ മറ്റു പാർട്ടികളിലേക്ക് പോകണമെന്നില്ല. പക്ഷേ അവർ മാറി നിന്നാലും വോട്ട് ചെയ്യുന്നത് ഒരിക്കലും CPM-നാകില്ല. ആ ഒരു ട്രെൻഡ് നമ്മൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ഇവർ വിചാരിച്ചിരുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും സഖാക്കൾ ഉണ്ടല്ലോ, ഈഴവരുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ വിഭാഗങ്ങൾ ഉണ്ടല്ലോ, അവരുടെ വോട്ട് നമുക്ക് മാത്രമായിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഇവർ കണക്ക് കൂട്ടിയിരുന്നത്. അതുകൊണ്ട് എന്ത് തോന്നിയാസം കാണിച്ചാലും ജനങ്ങൾ വോട്ടിന്റെ സമയത്ത് വന്ന് അത് ഞങ്ങൾക്ക് തന്നെ രേഖപ്പെടുത്തുമെന്നുള്ള ഒരു അഹങ്കാരം, ആ അഹന്ത അവർക്കുണ്ടായിരുന്നു. പക്ഷെ അത് തീർത്തും ഇല്ലാതെയായി പോയ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഇനിയെങ്കിലും പിണറായി തിരിച്ചറിയണം. അതായത് പിണറായി കുടുംബത്തെ, തൈക്കണ്ടി കുടുംബത്തെ ആസനം താങ്ങി നടക്കാനല്ല ജനങ്ങൾ നിങ്ങളെ ഭരണത്തിലേറ്റിയത്. അവരുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും ഈ നാട്ടിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഏത് സർക്കാരുമാണോ, കേന്ദ്രത്തിൽ ഏത് സർക്കാർ ഭരിച്ചാലും അവരുമായി ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിന് എന്താണോ വേണ്ടത് അതെല്ലാം നടപ്പാക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് കേന്ദ്ര പദ്ധതികളുമായിട്ട് അവർ വരുമ്പോൾ പറ്റില്ല, ഇത് ഇടത് പക്ഷ പ്രബുദ്ധ കേരളമാണ് എന്നുള്ള നിലയിൽ നിങ്ങളുടെ മാത്രം തീരുമാനമാണത്. ജനങ്ങൾക്ക് ഇവിടെ വികസനം വേണം, അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റണം. അപ്പോൾ ഇത് നിങ്ങളുടെ മാത്രം തീരുമാനമായത്, ഒരു കേന്ദ്ര വിരുദ്ധത നിങ്ങളുടെ മാത്രം തീരുമാനമായതുകൊണ്ടാണ് ഈ പദ്ധതികളൊന്നും പലതും നടപ്പാക്കാതെയും പല കാര്യങ്ങളും ജനങ്ങൾക്ക് ലഭിക്കാതെയും ഒക്കെ പോകുന്നത്. എന്നിട്ടും നിങ്ങളുടെ ദൂർത്തിന് മറ്റൊരു കുറവുമില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്, നഗ്നമായ സത്യമാണ്. ഇപ്പോഴും കേരളീയത്തിനും നവകേരള സദസ്സിനും എന്തിനധികം ക്ലിഫ് ഹൗസിലെ നവീകരണത്തിനുമൊക്കെ ഫണ്ട് അനുവദിക്കുന്നുണ്ട്. സാധാരണക്കാരന് കിട്ടേണ്ട കാരുണ്യ, പെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ ഫണ്ടുകൾ ഒന്നും കിട്ടുന്നില്ല. അതെല്ലാം നിലനിൽക്കെ തന്നെയാണ് നിങ്ങളുടെ ഈ അഹന്തയ്ക്ക് നേരെ സഖാക്കളെ എഴുന്നേറ്റ് നിന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് വിലയിരുത്തി തിരുത്തി മുന്നോട്ട് പോകാമെങ്കിൽ ഒരു സീറ്റെങ്കിലും, ഒരു കനൽ തരിയെങ്കിലും അണയാതെ കിടക്കുന്നത് അതെങ്കിലും അവിടെ കിട്ടുമെന്നുള്ളത് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ മേലോട്ടും നോക്കിയിരിക്കൽ മാത്രമേ ഉണ്ടാകൂ പിണറായി. നന്ദി.